ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ലേയാസ് കിച്ചൻ വേൾഡ് ഓഫ് ആനയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി കൊണ്ടുവന്നേക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി എഗ് ഓംലെറ്റ് ആണ്. പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. കോവിഡ് വളരെയധികം രൂക്ഷമായി നിൽക്കുന്ന ഈ സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ ദയവായി കയ്യിൽ സാനിറ്റൈസർ കരുതുക. മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കുക. മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്ലഫി എഗ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും തമ്മിൽ തിരിക്കണം. ഞാനൊരു ബൗളിലേക്ക് മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ നാടൻ മുട്ടയാണ് ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. മുട്ടയുടെ വെള്ള മാത്രം 4 മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് 4 മുട്ടയുടെ വെള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ബീറ്ററിൽ നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, വിസ്ക് വെച്ചിട്ടാണെങ്കിലും നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 6 മിനിറ്റോളം നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മുട്ട നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് എഗ്ഗിൻ്റെ വൈറ്റ് പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. എഗ്ഗിൻ്റെ വൈറ്റ് നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ നാടൻ മുട്ടയാണ് ഉപയോഗിച്ചേക്കുന്നത്. നാടൻ മുട്ട കുറച്ച് ഗുണമുള്ളതായതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. നാടൻ മുട്ട കിട്ടാത്തവർ സാധാരണ മുട്ട ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നാടൻ മുട്ടയുടെ മഞ്ഞ ഇതിലേക്കും ചേർത്ത് കൊടുക്കുവാണ്. അങ്ങനെ ചേർത്തതിന് ശേഷം മെല്ലെ അതൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് സമയം അതിലിട്ട് ഫോൾഡ് ചെയ്യരുത്, അതിൻ്റെ ബബിൾസ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഞാനതിലേക്ക് ഗ്രീൻ കളർ ക്യാപ്സിക്കവും റെഡ് കളർ ക്യാപ്സിക്കവും ചേർത്ത് എടുക്കുകയാണ്. അല്പം ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടി ഞാനതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മൊത്തത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുവാണ്. അതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്, ഞാൻ ആ കാര്യം പറയാൻ വിട്ടുപോയതാണ്. അതും കൂടെ നന്നായി ചേർത്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സായി കിട്ടും. അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫ്രൈങ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു ഫ്രൈങ് പാൻ വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടർ എല്ലായിടത്തും പറ്റുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബട്ടർ ഇല്ലാത്തവർ ഓയിൽ ഉപയോഗിച്ചാൽ മതി. എന്തായാലും വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ബട്ടർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ സൺഫ്ലവർ ആണ് ഉണ്ടെങ്കിലും അത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഫ്രൈങ് പാനിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ആ എഗ്ഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അടിയിൽ കുറച്ച് വെള്ളമായിട്ട് വന്നാലും കുഴപ്പമില്ല, അതങ്ങനെ അനക്കാതെ വെച്ചാൽ മതി. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കണം. മീഡിയം ഫ്ലെയിമിൽ വേണം മൂടി വയ്ക്കാൻ. ഒരുപാട് തീ കൂടി പോകരുത്, കാരണം ഇത് ഫ്ലഫി ആയിട്ടിരിക്കുന്ന കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരു ഈവൻ ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം ഒരു സൈഡ് വെന്തോ എന്നുള്ളത്. ഇപ്പോൾ താഴത്തെ വശത്തുനിന്ന് ചെറുതായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ സൈഡ് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് പതിയെ ഒന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം മറു സൈഡും കൂടെ വേകാനായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഫ്ലഫി ഓംലെറ്റ് വെക്കുന്ന സമയത്ത് ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞും പോകും, വേകാതിരിക്കാനും സാധ്യതയുണ്ട്. ഫ്രൈങ് പാനിൻ്റെ മുകളിലേക്ക് ഒരു പ്ലേറ്റ് കമഴ്ത്തിയതിന് ശേഷം നമുക്ക് ഒരു സൈഡിലേക്ക് എടുത്തിട്ട് മറു സൈഡും കൂടെ വേകാനായിട്ട് ഇങ്ങനെ പതിയെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കതൊന്ന് മറു സൈഡും വേകാനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഒരു സൈഡ് വെന്തതായത് കാരണം വേവ് വളരെ കുറവാണ്. പെട്ടെന്ന് ഇത് ഈ മറ്റേ സൈഡ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടാവും. ഒരു മിനിറ്റോ 2 മിനിറ്റോ തന്നെ മൂടി വെച്ചാൽ മതിയാകും.
അപ്പോൾ നമുക്കതൊന്ന് മൂടി വെക്കാം. ഇത് മറ്റേ സൈഡ് മറിച്ചിട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടാകും. ഇത് കാണുന്നത് പോലെ തന്നെ വളരെ ഫ്ലഫിയാണ്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റിയതിന് ശേഷം കാണിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്ലഫി എഗ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെയാണ്, വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്. നമ്മൾ എപ്പോഴും കഴിക്കുന്ന ഓംലെറ്റിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണിത്. പക്ഷേ ബട്ടർ ചേർക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെ ബെല്ലൈക്കൺ കൂടെ അമർത്തണം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. ടേക്ക് കെയർ. ബൈ.